കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന പാഠമാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് ബാക്കി ക്ലാസ്സിലോട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവല്യൂഷനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. Early humans lived in the forest. They lived by gathering fruits and vegetables and hunting animals to eat their meat. Early humans, അതായത് പ്രാചീന മനുഷ്യർ താമസിച്ചത് എവിടെയായിരുന്നു? ഫോറസ്റ്റിലായിരുന്നു, കാടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. They lived by gathering fruits and vegetables and hunting animals to eat their meat. അവർ ജീവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? കാട്ടിൽ നിന്നും മറ്റും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ശേഖരിച്ചും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിട്ട് അവരുടെ ഇറച്ചി ഭക്ഷണമാക്കി കഴിച്ചിട്ടുമാണ് അവർ ജീവിച്ചിരുന്നത്. ദേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. അവരുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന റഫ് സ്റ്റോൺ പരുക്കൻ കല്ലുകളാണ് അവരുടെ ആയുധങ്ങളായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. സിൻസ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് വെപ്പൺസ് ദിസ് പീരീഡ് ഈസ് കോൾഡ് സ്റ്റോൺ ഏജ്. അപ്പം ഇങ്ങനെ കല്ലുകൾ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. എന്താണ്? സിൻസ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് വെപ്പൺ ദിസ് പീരീഡ് ഈസ് കോൾഡ് സ്റ്റോൺ ഏജ്. കല്ലുകൾ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നു. ബേസ്ഡ് ഓൺ ദി ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ഓവർ ടൈം ദ വെപ്പൺ ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. പുതിയ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നതിനനുസരിച്ച് വെപ്പൺസിൻ്റെയും ടൂൾസിൻ്റെയും ഒക്കെ ഓരോ കാലഘട്ടത്തിലും വിവിധ തരത്തിലുള്ള ടൂൾസും വെപ്പൺസുമാണ് സ്റ്റോൺസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നത്. സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 സ്റ്റേജസ്. ഈ ശിലായുഗത്തിനെ, സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ശിലായുഗത്തിനെ ഇതിൻ്റെ അനുസരിച്ച് എത്രയായിട്ട് തരംതിരിക്കാം? 3 തരംതിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. സ്റ്റോൺ ഏജിനെ പാലയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് എന്നിങ്ങനെ 3 തരംതിരിച്ചിരിക്കുന്നു. പാലയോലിത്തിക് എന്ന് പറഞ്ഞാൽ പ്രാചീന ശിലായുഗം, മെസോലിത്തിക് ഏജ് മധ്യശിലായുഗം, നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം. ഇങ്ങനെ 3 ശിലായുഗത്തിനെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തുവാ പറഞ്ഞത്? ഏർലി ഹ്യൂമൻസ് താമസിച്ചിരുന്നത് ഫോറസ്റ്റിലാണ്. അവർ ജീവിച്ചിരുന്നത് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷണം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഭക്ഷണമാക്കിയിട്ടും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിട്ടുമാണ്. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കല്ലുകൊണ്ടുള്ളവയായിരുന്നു. അവരുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ കിട്ടുന്ന പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു ഇവർ ആയുധങ്ങൾ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഈ സ്റ്റോണിൻ്റെ ഷേപ്പും അത് ഉപയോഗിക്കുന്ന രീതിയും ഒക്കെ മാറാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. ശിലായുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റോൺ ഏജിനെ എത്രയായിട്ട് തരംതിരിക്കാം? 3 തരംതിരിക്കാം. പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്, മധ്യശിലായുഗം, മെസോലിത്തിക് ഏജ്, അല്ലെങ്കിൽ നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ്. ഓക്കെ. നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി വേരിയസ് സ്റ്റോൺ ഏജ് പീരീഡ്. ഈ 3 സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു. ഈ 3 സ്റ്റോൺ ഏജിൻ്റെയും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മളിനി നോക്കുന്നത്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് പാലിയോലിത്തിക് ഏജ് ആണ്. പാലിയോലിത്തിക് ഏജ് ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജിൻ്റെ ശിലായുഗത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. പരുക്കൻ കല്ലുകളായിരുന്നു ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആയുധോപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുകളായിരുന്നു. ഇത് കണ്ടു, ഈ കല്ലിൻ്റെ ഷേപ്പ് കണ്ടാലേ അറിയാം നമുക്ക്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കുകയായിരുന്നു. അതാണ് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നത് പറയാൻ കാരണം. ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അവരെന്തോ ചെയ്തു? ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ ശേഖരിച്ച് വെക്കുകയും, അത് പറഞ്ഞില്ലേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വനത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ ഹണ്ടിങ്, മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അവയെ ഭക്ഷണമാക്കിയിട്ടുമായിരുന്നു ഇവരെ ജീവിച്ചിരുന്നത്. അത് മെസോലിത്തിക് ഏജ് ആണ്. മെസോലിത്തിക് ഏജ് എന്താണ്? മധ്യകാല ശിലായുഗം. യൂസ്ഡ് സ്മോൾ ഫൈൻ സ്റ്റോൺ ടൂൾസ്. നേരത്തെ ഉപയോഗിച്ച ടൂൾസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ പിക്ചർ കണ്ടാലേ അറിയാം അല്ലേ. കുറച്ചുകൂടെ ഫൈനായിട്ടുള്ളതും സ്മോൾ ആയിട്ടുള്ള ടൂൾസുമാണ് ഇപ്പം വന്നിട്ടുള്ളത്. യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. നേരത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം കഴിച്ചുകൊണ്ടിരുന്ന, അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അവയുടെ ഇറച്ചി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ഇവിടെ ആയപ്പോൾ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? എഡിബിൾ ഗ്രാസ്, ഭക്ഷ്യമായിട്ടുള്ള പുല്ലിനത്തിൽപ്പെടുന്ന സസ്യങ്ങളും അതുപോലെ തന്നെ ഫിഷും, മീനിനെ കഴിക്കാൻ തുടങ്ങി. ആനിമൽ സ്കിന്ന്, ബാർക്ക് ഓഫ് ട്രീ ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് അവരെന്തോ ഉപയോഗിച്ചേ? വസ്ത്രമായിട്ട് മൃഗങ്ങളുടെ തൊലി, മരത്തിൻ്റെ തൊലി, അതുപോലെ തന്നെ ഇലകൾ ഒക്കെ എന്തുമായിട്ട് വസ്ത്രമായിട്ട് അവർ ഉപയോഗിച്ചു.
അടുത്തത് നമുക്ക് പഠിക്കാൻ വരുന്നത് നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീന ശിലായുഗം. നവീന ശിലായുഗത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു? അവിടെ ആണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരുന്ന ടൂൾസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാം കുറച്ച് ഷേപ്പ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ പിക്ചറിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഉപയോഗത്തിൻ്റെ എളുപ്പത്തിന് ഒരു കൈപ്പിടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആയുധങ്ങളിൽ കുറച്ചുകൂടെ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺസ്. റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് നല്ലതായിട്ട് മിനുസപ്പെടുത്തിയതും ഷേപ്പുള്ളതുമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. അപ്പോൾ കൃഷി ആരംഭിച്ചതായിരുന്നു ഏറ്റവും വലുതായിട്ടുള്ളൊരു മാറ്റം. നവീന ശിലായുഗത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റമാണ് എന്താരംഭിച്ചു? കൃഷിയുടെ ആരംഭമാണ് ഏറ്റവും വലുതായിട്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇൻവെൻറ്റഡ് വീൽസ് ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. വീൽസ് കണ്ടുപിടിച്ചു. വീൽസ് എന്താണ്? വീൽസ് ചക്രമാണ് അല്ലേ? അപ്പോൾ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം, അതുപോലെ തന്നെ പോട്ടറി മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും ചേഞ്ചാണ് നവീന ശിലായുഗത്തിൽ ഉണ്ടായത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത്. മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ശിലായുഗത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ് ആണ്. പാലിയോലിത്തിക് ഏജിൽ പരുക്കൻ കല്ലുകളായിരുന്നു ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്തായിരുന്നു? അവർ ഭക്ഷണങ്ങൾ ശേഖരിച്ചും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടിയിട്ടുമായിരുന്നു ജീവിച്ചിരുന്നത്. രണ്ടാമത് വരുന്നതാണ് മെസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. മധ്യശിലായുഗത്തിൽ യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്. നേരത്തെ ഉപയോഗിച്ചതിനേക്കാളും കുറച്ചുകൂടി ചെറുതും കനം കുറഞ്ഞതുമായുള്ള ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ ഭക്ഷണത്തിൽ സസ്യങ്ങളും അതുപോലെ തന്നെ മീനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് ആനിമൽ സ്കിന്നും മൃഗങ്ങളുടെ തൊലി, മരത്തിൻ്റെ തൊലി, ഇല ഇതൊക്കെ എന്തായി വസ്ത്രമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്ത ഏറ്റവും നല്ലൊരു ചേഞ്ച് സംഭവിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം എന്ന് പറയുന്നത്. നവീന ശിലായുഗത്തിൽ യൂസ്ഡ് റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. നല്ല പരുക്കൻ കല്ലുകൾ മാറ്റിയിട്ട് നല്ല മിനുസമായിട്ടുള്ള കല്ലുകൾ ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കൃഷി ആരംഭിച്ചു. പിന്നെന്തായിരുന്നു? ചക്രത്തിൻ്റെ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്, നിയോലിത്തിക് ഏജിലാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? ബിംബേഡ്ക അല്ലേ? എന്താണ് ബിംബേഡ്ക? ബിംബേഡ്ക ഇൻ മധ്യപ്രദേശ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ വിച്ച് ഹാസ് ഇൻഹാബിറ്റഡ് ബൈ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്, ശിലായുഗത്തിൽ താമസിച്ചിരുന്ന മനുഷ്യന്മാർ താമസിച്ചിരുന്ന അവരുടെ ഒരു അഭയ കേന്ദ്രമായിരുന്നു ഈ ബിംബേഡ്ക എന്ന് പറയുന്നത്. ബിംബേഡ്ക എവിടെയാണുള്ളത്? മധ്യപ്രദേശിലാണ്. ഇത് ഒരു പാറയ്ക്കുള്ളിലുള്ള അവർക്ക് താമസിക്കാനുള്ള ഒരു താമസ സൗകര്യത്തിന് വേണ്ടി നിർമ്മിച്ചെടുത്തതാണ് ഈ ബിംബേഡ്ക എന്ന് പറയുന്നത്. ദ പെയിൻറ്റിങ്സ് ഇൻസൈഡ് ദിസ് കർവ് ടെൽ us about the varied വേയ്സ് ഓഫ് ലൈഫ് ഏൻഷ്യൻ്റ് ഹ്യൂമൻ. ഈ പാറയുടെ ഉള്ളിലെ ഭിത്തികളിൽ എന്തുകൊണ്ട്? ചിത്രങ്ങളുണ്ട് അല്ലേ? പെയിൻറ്റിങ്സ് ഉണ്ട്. ആ പെയിൻറ്റിങ്സ് അന്നത്തെ മനുഷ്യരുടെ ജീവിത രീതിയെ പറ്റിയിട്ടും അവരുടെ സംസ്കാരത്തെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നവയാണ്. ദീസ് കേവ് പെയിൻറ്റിങ്സ് ആർ ഓൾസോ എ പ്രൂഫ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. ഇതിലെ ഈ പിക്ചർ എന്താണ്? അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രൂഫ് കൂടാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്? ആശയവിനിമയം. നമ്മളാണെങ്കിൽ ഇപ്പോൾ ആശയവിനിമയം നടത്താൻ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് ഫോണൊന്നുമില്ല. അപ്പോൾ അവർക്ക് ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഓരോ പാറയിലും മരങ്ങളിലും ഒക്കെ എന്തോരം പെയിൻറ്റിങ്സ് ഒക്കെ വരച്ച് വെച്ചിട്ടായിരുന്നു അവർ പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനോടുള്ളൊരു തെളിവാണ് ഈ ബിംബേഡ്കയിലെ ബിംബേഡ്ക എന്ന റോക്കിനുള്ളിലെ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബിംബേഡ്ക എവിടെയാണുള്ളത്? മധ്യപ്രദേശിലാണ്. ഇത്രയും മനസ്സിലായല്ലോ. അവിടെ നിന്ന് ബിംബേഡ്കയുടെ പടം കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവർ താമസിച്ചിരുന്ന ആ റോക്ക് ഷെൽട്ടർ എന്ന് പറയുന്നത്. പിന്നെ അതിനുള്ളിലെ പെയിൻറ്റിങ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഭിത്തിയിൽ ഉള്ള പെയിൻറ്റിങ്സിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തതാണ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. എന്താണ്? കൃഷി ആരംഭിച്ചു. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക. കൃഷി ആരംഭിച്ചു ആൻഡ് സെറ്റിൽഡ് ലൈഫ്. ഒരിടത്ത് അവർ താമസിക്കാൻ തുടങ്ങി. നേരത്തെ മനുഷ്യർ വീട് വെച്ചിട്ട് ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നില്ല. ഇവരാണെങ്കിൽ ഇങ്ങനെ പല പ്രദേശങ്ങളിലായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെയായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. എന്തായിരുന്നു? ഇപ്പം കൃഷി ആരംഭിച്ചതോടുകൂടി അവർ ഒന്നിച്ച് ഒരിടത്ത് കൂട്ടമായിട്ട് താമസിക്കാൻ തുടങ്ങി. അത് നോക്കാം. യു ഹാവ് സീൻ ദി അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദി നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജ് നവീന ശിലായുഗത്തിലെ അഗ്രികൾച്ചർ കൃഷി ആരംഭിച്ചു എന്ന് നമ്മൾ പഠിച്ചു. As humans started farming, it became necessary for them to settle near ദ ഫാം ലാൻഡ്. അപ്പം ആളുകൾ എന്ത് ചെയ്തു? കൃഷി ആരംഭിച്ചപ്പോഴത്തേനും ആ കൃഷി നടത്തുന്നതിനടുത്ത് എന്ത് വേണം? സ്ഥിരതാമസം ആക്കേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടായിരിക്കാം? കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റ് മൃഗങ്ങൾ കൃഷിയെ നശിപ്പിക്കാതിരിക്കാൻ, കൃഷിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നും. അപ്പോൾ അതിനെല്ലാമായിട്ട് എന്ത് വേണം? അതിനടുത്ത് താമസിക്കേണ്ടതായിട്ട് വന്നു. ദേ സെറ്റിൽഡ് നിയർ ദെയർ ഫാംസ് ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്, പ്രൊട്ടക്ട് ദ ഫീൽഡ് ഫ്രം വൈൽഡ് ആനിമൽസ് ആൻഡ് കെയർ ഫോർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഈ കൃഷി സ്ഥലത്തിനടുത്ത് താമസം ആരംഭിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്
സ്ഥിരതാമസം ആരംഭിച്ചത് ടു മെയിൻറ്റെയിൻ ദി ക്രോപ്സ്, അവരുടെ വിളകളെ സംരക്ഷിക്കുന്നതിനും, പ്രൊട്ടക്ട് ദ ഫീൽഡ്സ് ഫ്രം വൈൽഡ് ആനിമൽസ്, കാട്ടുമൃഗങ്ങളിൽ നിന്ന് അവരുടെ കൃഷിയെ സംരക്ഷിക്കുന്നതിനും, അതുപോലെ തന്നെ ടു കെയർ ഫോർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, അവർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് എന്താണ്, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ്. അപ്പോൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടും എന്ത് ചെയ്തു, ഇവർ സ്ഥിരതാമസം ആരംഭിച്ചു. ഓക്കെ, അടുത്തതായിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഓൾ ചേഞ്ചസ് മൈറ്റ് സെറ്റിൽഡ് ലൈഫ് ഹാവ് ബോട്ട് ഇൻ ഹ്യൂമൻ. സെറ്റിൽഡ് ലൈഫ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ്, സ്ഥിരതാമസവും അതുപോലെ അത് കാരണം ഉണ്ടായ ചേഞ്ചസുമാണ് ഇവിടെ പറയുന്നത്. ഡ്വെല്ലിംഗ് വിഗാൻ ടു ബി ബിൽഡ്. ഡ്വെല്ലിംഗ് എന്താണ്, വാസസ്ഥലങ്ങൾ. അവരാണെങ്കിൽ താമസിക്കാൻ വേണ്ടിയിട്ട് വീടുകൾ ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്കഡ് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ആളുകൾ പരസ്പരം സംസാരിക്കുന്നതും ഇടപെടുന്നതും കൂടി, അല്ലേ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും പരസ്പരം ഇടപെടുന്നതും കൂടി. അതുപോലെ തന്നെ ബിഗിനിങ് ആൻഡ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്, ഒരു സാമൂഹിക ജീവിതം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക ജീവിതം ആരംഭിക്കാനെ കൊണ്ട് തുടങ്ങി. സെറ്റിൽമെൻറ്റ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. അങ്ങനെയായിരുന്നു ആദ്യം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളായിട്ട് ഇവരുടെ സെറ്റിൽമെൻറ്റ് മാറാൻ തുടങ്ങി. അതാണ് സെറ്റിൽഡ് ലൈഫ് ഉണ്ടാക്കിയ ചേഞ്ചസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു, വാസസ്ഥലം നിർമ്മിച്ച് താമസിക്കാൻ തുടങ്ങി. അവരാണെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ ഇടപഴകാനും കൂടുതൽ ആളുകളോട് ഇൻ്ററാക്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ എന്തോ ചെയ്തു, ഓർഗനൈസ്ഡ്, ഒരു സംഘടിതമായിട്ടുള്ള ഒരു ജീവിതം, സാമൂഹിക ജീവിതം ആരംഭിച്ചു. പിന്നെ സെറ്റിൽമെൻറ്റ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലായിട്ട് ഇവരുടെ സെറ്റിൽമെൻറ്റ് മാറാൻ തുടങ്ങി. ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, എന്താണ്, ശിലകളിൽ നിന്ന് ലോഹങ്ങളിലേക്ക്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ അബോവ്. വാട്ട് മെറ്റൽസ് ആർ ദേ മെയ്ഡ് ഓഫ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഡു യു നോ വിച്ച് വാസ് ദി ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. നിങ്ങൾക്കറിയാമോ ഏതാണ് മനുഷ്യൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത മെറ്റൽ എന്ന് പറയുന്നത്? കോപ്പർ വാസ് ദി ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻ. കോപ്പറാണ്, ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം. ദ പീരീഡ് when humans used weapons and tools made of metal is called metal age. മനുഷ്യർ അതുപോലെ തന്നെ ലോഹങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്ന കാലഘട്ടത്തെ എന്തെന്ന് പറയുന്നു? മെറ്റൽ ഏജ് എന്ന് പറയുന്നു. സിൻസ് കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് എനഫ് ഫോർ സ്റ്റില്ലിംഗ് ദ സോയിൽ ആൻഡ് കട്ടിംഗ് ട്രീസ്, ദി മിക്സ്ഡ് കോപ്പർ ആൻഡ് ടിൻ ടു മേക്ക് എ ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ അലോയി കോൾഡ് ബ്രോൺസ്. എന്ത് പറ്റി? ഈ കോപ്പർ ചെമ്പ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരുന്ന ആയുധങ്ങൾ കൊണ്ട് നില ഉഴുന്നതിനോ വലിയ മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതിനോ പറ്റത്തില്ലായിരുന്നു. കാരണം ഈ ചെമ്പിൻ്റെ അത്ര സ്ട്രോങ് അല്ലായിരുന്നു, കട്ടിയല്ലായിരുന്നു ഈ ചെമ്പെന്ന് പറയുന്ന ലോഹം. അതുകൊണ്ട് അവരെന്തു ചെയ്തു? ദേ മിക്സഡ് കോപ്പർ ആൻഡ് ടിൻ ടു മേക്ക് ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ. ഈ കോപ്പറും ടിന്നും കൂടെ, ചെമ്പും ഈയവും കൂടി അവർ മിക്സ് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു ലോഹമാക്കി മാറ്റി. ഈ മിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രോൺസ് എന്ന് പറയുന്നത്. ബ്രോൺസ് എന്താണ്? വെങ്കലമാണ്. ഓക്കെ, അപ്പം ദ പീരീഡ് വെൻ വെപ്പൺസ് ആർ ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വെയർ യൂസ്ഡ് ഈസ് നോൺ ആസ് ദി ബ്രോൺസ് ഏജ്. അങ്ങനെ ഈ വെങ്കലം വെച്ച് ഉണ്ടാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കലയുഗം എന്ന് പറയുന്നു. വിത്ത് ദ യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് ദെയർ ഒക്വേർഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. ബ്രോൺസ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് മനുഷ്യ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. ലെറ്റ് സീ വാട്ട് ദേ ആർ. നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? മനുഷ്യന് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ലോഹം എന്ന് പറയുന്നത് ചെമ്പാണ്. അപ്പോൾ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മളെന്താണ് ഇവിടെ പറഞ്ഞത്? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ലോഹമെന്ന് പറയുന്നത് ചെമ്പാണ്, കോപ്പറാണ്. ഈ ലോഹങ്ങളൊക്കെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ എന്തെന്ന് പറയുന്നു? മെറ്റൽ ഏജ് എന്ന് പറയുന്നു, ലോഹയുഗം എന്ന് പറയുന്നു. ഈ കോപ്പറിന് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോഹമല്ലായിരുന്നു. മരങ്ങൾ വെട്ടുന്നതിനോ നില ഉഴുന്നതിനോ ഒന്നും അതുകൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിനെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ചെമ്പും ഈയവും കൂടി മിക്സ് ചെയ്തു, കോപ്പറും ടിന്നും കൂടി മിക്സ് ചെയ്ത് പുതിയൊരു ലോഹം ഉണ്ടാക്കി. അതാണ് എന്തെന്ന് പറയുന്നത്? ബ്രോൺസ് എന്ന് പറയുന്നത്, വെങ്കലം എന്ന് പറയുന്നത്. പിന്നീട് ഈ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ നിർമ്മിച്ചു. അതിനെയാണ് എന്ത് പറയുന്നത്? ആ കാലഘട്ടത്തെ ബ്രോൺസ് ഏജ് എന്ന് പറയുന്നു, വെങ്കലയുഗം എന്ന് പറയുന്നു. ഈ വെങ്കലയുഗത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ യൂസ് ഓഫ് ബ്രോൺസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. ബ്രോൺസിൻ്റെ ഉപയോഗവും അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. കൃഷിഭൂമിയുടെ
വലിപ്പം കൂട്ടുന്നതിന് എന്ത് പറ്റി? ഈ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചപ്പം പറ്റി. ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. കൃഷിഭൂമി വലുതായതിനനുസരിച്ച് എന്തുണ്ടാകാൻ തുടങ്ങി? ഉൽപ്പാദനവും വർദ്ധിക്കാൻ തുടങ്ങി. The increase in agricultural production paved the way for the exchange of products and the development of centers of exchange. അങ്ങനെ ഉൽപ്പാദനം കൂടിയപ്പം ആളുകൾ എന്ത് ചെയ്തു? അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനെ കൊണ്ട് തുടങ്ങി. അങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിന് ഈ ഓരോ പ്രദേശങ്ങളിലായിട്ട് വേണമെങ്കിൽ ആളുകൾ ഇങ്ങനെ ചെറിയ ചെറിയ സെൻറ്ററുകൾ ഉണ്ടാക്കി. The centers of exchange later transformed into towns and cities. ഇങ്ങനെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നിന്നിരുന്ന ഈ പ്രദേശങ്ങൾ പിന്നീട് എന്തായിട്ട് മാറി? ടൗൺസും സിറ്റീസുമായിട്ട് മാറി. അപ്പോൾ വളരെ വലിയൊരു ചേഞ്ച് അല്ലേ ഈ വെങ്കലയുഗത്തിലുണ്ടായത്? എന്തായിരുന്നു? വെങ്കലയുഗത്തിൽ വെങ്കലം വെച്ചുള്ള ആയുധങ്ങൾ നിർമ്മിച്ചപ്പം കൃഷിഭൂമിയുടെ വലിപ്പം കൂട്ടാൻ സാധിച്ചു. കൃഷിഭൂമിയുടെ വലിപ്പം കൂടിയതിനനുസരിച്ച് എന്തുണ്ടായി? കാർഷിക ഉൽപ്പന്നങ്ങളും കൂടാൻ തുടങ്ങി. ഇങ്ങനെ കൂടുതലായിട്ടുണ്ടായ കാർഷിക ഉൽപ്പന്നങ്ങൾ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനെ കൊണ്ട് തുടങ്ങി. അതിന് വേണ്ടിയിട്ട് പുതിയ സെൻറ്ററുകൾ ഉണ്ടായി. ഈ സെൻറ്ററുകൾ പിന്നീട് എന്തായിട്ട് മാറി? ടൗണും സിറ്റീസും ഒക്കെ ആയിട്ട് മാറി. ഓക്കെയാണല്ലോ. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, വെങ്കലയുഗത്തിലുണ്ടായിട്ടുള്ള സംസ്കാരങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത്. You have seen the changes that have occurred in human life in Bronze Age. വെങ്കലയുഗത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. As a result of these changes in the Bronze Age, civilizations were formed centered around cities. അപ്പോൾ ഇങ്ങനെ ഈ ബ്രോൺസ് ഏജിലുണ്ടായ മാറ്റങ്ങൾ കാരണം എന്തുണ്ടാവാൻ തുടങ്ങി? ബ്രോൺസ് ഏജിൽ സിറ്റീസൊക്കെ ഉണ്ടാവാൻ തുടങ്ങി നമ്മൾ പറഞ്ഞില്ലേ? ആ സിറ്റിയോടൊക്കെ ചേർന്നിട്ട് സിവിലൈസേഷൻ, ഓരോ സംസ്കാരങ്ങളും രൂപപ്പെടാനെ കൊണ്ട് തുടങ്ങി. ലെറ്റ് us become familiar with the Bronze Age civilization. നമുക്കാണെങ്കിൽ ഈ ബ്രോൺസ് ഏജിലുണ്ടായിട്ടുള്ള സിവിലൈസേഷനെ പറ്റിയിട്ട് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് ഒരല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണ്. ഒന്നെന്താണ്? മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ. അപ്പോൾ 4 പ്രധാനപ്പെട്ട സിവിലൈസേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ. ഇത് 4 സിവിലൈസേഷനും ബ്രോൺസ് ഏജിൽ വെങ്കലയുഗത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംസ്കാരങ്ങളാണ്. എന്തൊക്കെയാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കിനി വിശദമായിട്ടൊന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്കൊരു മാപ്പ് വന്നിട്ടുണ്ട് അല്ലേ? ഫൈൻഡ് ഔട്ട് ദ 4 മേജർ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ് ഓൺ ദി മാപ്പ് ഗിവൺ ബിലോ. നമുക്ക് താഴെ തന്നിരിക്കുന്ന മാപ്പിൽ നിന്ന് നമ്മളോടിപ്പോൾ പറഞ്ഞ 4 സിവിലൈസേഷൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയൊക്കെയാണ് നോക്കിക്കേ? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ തേണ്ട ഇവിടെ ഉണ്ടല്ലേ? പിന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ തേണ്ട ഇവിടെ, ഹാരപ്പൻ സിവിലൈസേഷൻ ഇവിടെയാണ്, ചൈനീസ് സിവിലൈസേഷൻ ഇവിടെയുണ്ട് അല്ലേ? നമ്മൾ 4 സിവിലൈസേഷനും കണ്ടുപിടിച്ചു. Observe the map 101 and identify the river valleys where the major Bronze Age civilization developed and complete the table. ഇവിടെ ആണെങ്കിൽ എന്തോ പറഞ്ഞിട്ടുള്ളത്? സിവിലൈസേഷൻസ് ഒക്കെ പ്രധാനമായിട്ടും നദിയുടെ തീരങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? അപ്പം എന്താണ് നദിയുടെ തീരത്ത് ഉണ്ടാവാൻ കാരണം? നദിയുടെ തീരത്ത് ഒന്ന് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ജലസൗകര്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്താണ് നദീതീരങ്ങളിലാണ് ഇവർ സിവിലൈസേഷൻസ് ഒക്കെ സ്ഥാപിച്ചത്. അപ്പം ഈ 4 സിവിലൈസേഷനും ഉണ്ടായിട്ടുള്ള ഏത് നദികളുടെ തീരങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെ ആൻസർ നോക്കാം. ഫസ്റ്റ് മെസപ്പൊട്ടോമിയൻ ആണ്. മെസപ്പൊട്ടോമിയൻ എന്ന് പറയുന്നത് യൂഫ്രട്ടീസും ടൈഗ്രിസും എന്ന് പറയുന്ന 2 റിവേഴ്സിൻ്റെ ഇടയിലാണ്. അടുത്ത ഈജിപ്ഷ്യൻ ആണ്. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ റിവറിന് തീരത്താണ്. ഹാരപ്പൻ സംസ്കാരം ഇൻഡസ് റിവറിൻ്റെ തീരത്തും, ചൈനീസ് സംസ്കാരം ഹുവാങ്ഹോ റിവറിനും തീരത്താണ്. ഹുവാങ്ഹോ റിവറിൻ്റെ വേറൊരു പേരാണ് യെല്ലോ റിവർ എന്നുള്ളത്. യെല്ലോ റിവർ. ഓക്കെ. Why did Bronze Age civilization from ഇൻ റിവർ സൈഡ്? ബ്രോൺസ് ഏജിൽ സിവിലൈസേഷൻസ് ഒക്കെ നദീതീരത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വൈ ഇൻ റിവർ വാലീസ്? ഒന്നാമത്തെ കാരണം എന്താ? ഫെർട്ടിൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ്. നദീതീരങ്ങളിൽ വളക്കൂറുള്ള മണ്ണാണ്. അതേപോലെ തന്നെ രണ്ടാമത്തത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ലഭ്യത. നദീതീരത്ത് ജലം, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലം വളരെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നദീതീരത്ത് സംസ്കാരങ്ങൾ ആരംഭിച്ചു. ഫേവറബിൾ ക്ലൈമറ്റ് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് നദീതീരങ്ങളിൽ. ഇതുകൊണ്ടൊക്കെയാണ് നദീതീരങ്ങളിൽ സംസ്കാരങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ഫസ്റ്റ് പഠിക്കാൻ പോവുകയാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഒബ്സർവ് മാപ്പ് 101 ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് മെസപ്പൊട്ടോമിയ. ബിറ്റ്വീൻ വിച്ച് റിവേഴ്സ് ഈസ് മെസപ്പൊട്ടോമിയ ലൊക്കേറ്റഡ്?
ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഏതൊക്കെ നദിയുടെ തീരത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ നദികളാണ് ഇവിടെ ഉണ്ട്? 2 നദികൾ കണ്ടോ? യൂഫ്രട്ടീസ് ഉണ്ട്, ടൈഗ്രിസ് ഉണ്ട്. ഈ 2 നദികളുടെ തീരത്താണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ നദികളാണ്? യൂഫ്രട്ടീസും ടൈഗ്രിസും. ഓക്കെ, ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദി ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലുള്ള ഭൂമി എന്നാണ്. ദിസ് റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദി യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് റിവർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഈ റീജിയൻ നിലനിൽക്കുന്നത് യൂഫ്രട്ടീസിനും ടൈഗ്രിസ് എന്നും പറയുന്ന നദികൾക്കിടയിലാണ്. ദിസ് റീജിയൻ ഈസ് പ്രസൻ്റ്ലി എ പാർട്ട് ഓഫ് ഇറാഖ്. ഇപ്പോൾ ഈ സ്ഥലം ഇറാഖിൻ്റെ ഒരു ഭാഗമാണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റഡ് ഓഫ് 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻസ് വിച്ച് ആർ സുമേറിയൻ, ബാബിലോണിയൻ, അസീരിയൻ ആൻഡ് കാൽഡിയൻ എന്ന് പറയുന്ന 4 സിവിലൈസേഷനായിട്ടാണ് ഇത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ്. 2 നദികൾക്കിടയിലുള്ള ഒരു ഭൂമി എന്നാണ് മെസപ്പൊട്ടോമിയയുടെ അർത്ഥം. ഈ റീജിയണ് ഏതൊക്കെ നദികൾക്കിടയിലാണെന്ന് പറഞ്ഞു? യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രിസിൻ്റെയും ഇടയിലാണ്. ഇപ്പം ഈ സ്ഥലം ഇറാഖിൻ്റെ ഭാഗമാണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന് 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻസ് അടങ്ങിയതാണ്. അത് ഏതൊക്കെയാണ്? സുമേറിയനും, ബാബിലോണിയനും, അസീരിയനും അതുപോലെ തന്നെ കാൽഡിയനുമാണ് അവ. ഓക്കെ, അർബൻ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. നഗരജീവിതവും അവരുടെ എഴുത്തുവിദ്യയും പറ്റിയിട്ടാണ് ഇനിയും പറയാനുള്ളത്. ദി സുമേറിയൻസ് വെയർ ദി ഫസ്റ്റ് പീപ്പിൾ ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ ലൈഫ് ഇൻ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിൽ നഗരജീവിതത്തിന് ആരംഭം കുറിച്ചത് ആരാണ്? സുമേറിയൻസ് ആണ്. ദ മേജർ സിറ്റീസ് ഓഫ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വെയർ ഉറൂക്ക്, ലാഗേഷ് ആൻഡ് സോ ഓൺ. പ്രധാനപ്പെട്ട സിവിലൈസേഷൻ ഏതൊക്കെയായിരുന്നു? ഉറൂക്കും അതുപോലെ തന്നെ ലാഗേഷും ആയിരുന്നു. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സിറ്റീസാണ് പറഞ്ഞത്. ഉറൂക്ക്, ലാഗേഷ് എന്ന് പറയുന്നത്. ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ദി മെസപ്പൊട്ടോമിയൻസ് വാസ് നോൺ ആസ് ക്യൂണിഫോം. ഇവരുടെ എഴുതുന്ന ലിപിയുടെ പേരായിരുന്നു എന്ത്? ക്യൂണിഫോം എന്ന് പറയുന്ന ലിപിയായിരുന്നു ഇവർ എഴുതിക്കൊണ്ടിരുന്നത്. ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്യൂണിഫോം സ്ക്രിപ്റ്റ് കണ്ടോ? ദ സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ്. ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത് സുമേറിയൻസ് ആണ്. ഇറ്റ് വാസ് എ വഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇതൊരു ആപ്പിൻ്റെ ആകൃതിയിലുള്ള പിക്ടോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ചിത്രലിപിയാണ് ഇത്. ഈ ക്യൂണിഫോം എന്ന് പറയുന്നത്. പിക്ടോഗ്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിപികൾ കണ്ടോ? ഇതിൽ ചിത്രം വരച്ച പോലെയല്ല എഴുതിയിരിക്കുന്നത്. ചിത്രം വരച്ച പോലുള്ള ലിപികളാണ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ചിത്രലിപി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റുകൾ, അതായത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പലകകളിലായിരുന്നു ഇത് എഴുതിയിരുന്നത്. ദേ യൂസ്ഡ് എ പോയിൻറ്റഡ് റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്. ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട് അവരെന്ത് ഉപയോഗിച്ചിരുന്നു? കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് ഇവരിതിന് വേണ്ടിയിട്ട് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയൻസിന് സയൻസിലും മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ നിയമത്തിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെയൊക്കെ സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിലുള്ളതാണ് ലൂണാർ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാന്ദ്ര കലണ്ടർ എന്ന് പറയും. അപ്പോൾ ചാന്ദ്ര കലണ്ടർ, അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് ദി സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്, അതായത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണത്തെയും ഒക്കെ പറ്റിയിട്ടുള്ള കാൽക്കുലേഷൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ ഇതൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ലോയിൽ എന്തൊക്കെയാണ്? നിയമത്തിലെ ലോസ് വെയർ കോഡിഫൈഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ റെയിൻ ഓഫ് സുമേറിയൻ റൂളർ ഡുങ്കി. സുമേറിയൻ്റെ രാജാവായിരുന്ന ഡുങ്കിയുടെ കാലത്താണ് നിയമങ്ങളൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ദ കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് ദ റിവൈസ്ഡ് ഫോം ഓഫ് ദീസ് ലോ. ഈ നിയമങ്ങളെല്ലാം പരിഷ്കരിച്ചതാണ് ഹമ്മുറാബി എന്ന് പറയുന്ന ലോ എന്ന് പറയുന്നത്. കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ്. ഓക്കെ, കോഡ് ഓഫ് ഹമ്മുറാബി എന്നുള്ളത് എന്തുവാണെന്ന് ഇവിടെ നമുക്ക് ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദിസ് ഈസ് എ കോഡ് ഓഫ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ബാബിലോണിയൻ റൂളർ ഹമ്മുറാബി 1792 to 1750 BCE. 1792 മുതൽ 1750 BCE വരെ ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലത്ത് രൂപം കൊടുത്തിട്ടുള്ള ഒരു നിയമസംഹിതയാണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ ഓൾഡസ്റ്റ് റിട്ടൺ കോഡ് ഓഫ് ലോ ഇൻ ദ വേൾഡ്. ഇതിനെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ എഴുതപ്പെട്ടിട്ടുള്ള നിയമമായിട്ടാണ് പറയുന്നത്. ഇത് മെത്തേഡ് ഓഫ് പണിഷ്മെൻറ്റ് ഓഫ് ആൻ ഐ ഫോർ ആൻ ഐ, എ ടൂത്ത് ഫോർ എ ടൂത്ത് കംസ് ഫ്രം ദിസ് കോഡ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള പണിഷ്മെൻറ്റ് രീതിയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ നിയമത്തിലാണ്. അതാണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തതാണ് സിഗുറാറ്റ്. പ്ലേസ് ഓഫ് വർഷിപ്പ് ഓഫ് ദി മെസ്സപ്പൊട്ടോമിയൻസ് വെയർ നോൺ ആസ് സിഗുറാറ്റ്. നമ്മുടെ മെസ്സപ്പൊട്ടോമിയയിലെ ആളുകളുടെ വർഷിപ്പ് ആരാധനാ കേന്ദ്രങ്ങളെയാണ് സിഗുറാറ്റ് എന്ന് പറയുന്നത്. ദീസ് പ്ലേസ് ഓഫ് വർഷിപ്പ് വെയർ മെയിൻലി ബിൽറ്റ് ഇൻ സിറ്റീസ്. ഇത് മെയിനായിട്ടും എവിടെയായിരുന്നു നിർമ്മിച്ചിട്ടുള്ളത്? സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിറ്റികളിലായിരുന്നു ഈ സിഗുറാറ്റ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ദേ വെയർ മെയ്ഡ് ഓഫ് ബ്രിക്സ്. കട്ടകൾ വെച്ചിട്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സിഗുറാറ്റ്സിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സിഗറാറ്റ് ഇൻ ദ സിറ്റി ഓഫ് ഉർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. ഉറിലുള്ള സിഗറാറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും അത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഇനി പഠിക്കാനുള്ളത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റിയിട്ടാണ്. ലുക്ക് അറ്റ് മാപ്പ് 101, ഫൈൻഡ് ദ റീജിയൻ വെയർ ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്. നമുക്ക് തന്നിട്ടുള്ള മാപ്പിൽ നോക്കിയിട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദേ മാപ്പിൽ ഇവിടെയായിട്ടാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉള്ളത് അല്ലേ. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു റിവർ പോകുന്നത് കണ്ടോ? ഈ റിവറാണ് എന്ത്? നൈൽ റിവർ എന്ന് പറയുന്നത്. അപ്പം നൈൽ റിവറിൻ്റെ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ രൂപം കൊണ്ടത്. യു ഹാവ് സീൻ ദാറ്റ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ നൈൽ വാലി. നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടു. ഇത് മെയിൻ സിറ്റി ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കൊയ്റോ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറയുന്നത് കൊയ്റോ ആണ്. ദ ഈജിപ്ഷ്യൻ കിങ്സ് വെയർ നോൺ ആസ് ഫറാവോസ്. അവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറാവോസ് എന്നുള്ളത്. ദ മെയിൻ ഫീച്ചർ ഓഫ് ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇസ് ദ പിരമിഡ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? അവിടുത്തെ പിരമിഡുകളാണ്. നിങ്ങൾ പിരമിഡിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്ത നോക്കിക്കേ, അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്തായിരുന്നു? ജീവനോപാധി എന്തായിരുന്നു? കൃഷിയായിരുന്നു. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രൂ അബണ്ടൻ്റ്ലി ഇൻ ദി നൈൽ റിവർ ബേസിൻ. നൈൽ നദിയുടെ തീരത്ത് ഈ പറഞ്ഞിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വളരെ നന്നായിട്ട് വിളയുമായിരുന്നു. ഏതൊക്കെയായിരുന്നവ? വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കൃഷിയിനങ്ങൾ എന്ന് പറയുന്നത്. ദിസ് അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ സിവിലൈസേഷൻ ഇൻ ദി നൈൽ വാലി. അപ്പം അവിടെ ആ നൈൽ വാലിയുടെ തീരത്തുണ്ടായിരുന്ന ഈ അഗ്രികൾച്ചറിൻ്റെ കൃഷിയുടെ വളർച്ച കാരണം അവിടെ ഒരു സംസ്കാരം ഉണ്ടാക്കാൻ കാരണമായി. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. അതുകൊണ്ട് ഈജിപ്തിനെ എന്താണ് പറയുന്നത്? നൈൽ നദിയുടെ ദാനം എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് പറയുന്നു. ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നതല്ലേ പിരമിഡ്സും അതുപോലെ തന്നെ മമ്മിയും. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പിരമിഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പിരമിഡ് എന്താണ്? ഇത് പിരമിഡ്സ് വിച്ച് ആർ ദി ടോംസ് ഓഫ് ദി ഫറോവാസ് ആർ ദ മെയിൻ ഫീച്ചർ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതായത് ഈജിപ്ഷ്യനിലെ ഭരണാധികാരികളായിരുന്ന ഫറോവസിൻ്റെയൊക്കെ ശവകുടീരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഈ പിരമിഡ് എന്ന് പറയുന്നത്. ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുമാണ് ഈ പിരമിഡ് എന്ന് പറയുന്നത്. ദി ബിഗ്ഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ഇസ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. ഗിസയിലുള്ള ഗ്രേറ്റ് പിരമിഡാണ് ഇതിലേറ്റവും വലുതും ഫേമസ് ആയിട്ടുള്ളതും. അടുത്തത് മമ്മീസ് എന്താണെന്ന് നോക്കാം. ദ ഈജിപ്ഷ്യൻ ഹാഡ് എ സിസ്റ്റം ഓഫ് പ്രിസർവിങ് ദ ഡെഡ് ബോഡി ബൈ എംബാമിങ് ഇറ്റ് വിത്ത് പെർഫ്യൂം. അപ്പം ഈജിപ്ഷ്യന്മാർ എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ ഡെഡ് ബോഡികൾ എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്ത് വെക്കും. നല്ല സുഗന്ധ ഉള്ള പെർഫ്യൂമുകളൊക്കെ തേച്ചിട്ട് അതിനെ സൂക്ഷിച്ചു വെക്കും. അതിനെയാണ് എ ബോഡി പ്രിസർവ്ഡ് ഇൻ ദിസ് വേ ഈസ് നോൺ ആസ് എ മമ്മി. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ബോഡിയാണ് മമ്മി എന്ന് വിളിച്ചിരുന്നത്. എമംഗ് ദീസ് ദ മോസ്റ്റ് ഫേമസ് ഇസ് ദ മമ്മി ഓഫ് ഫറോക്ക് തൂത്തക്കാമൻ. അവിടുത്തെ ഫറോക്കായിരുന്ന തൂത്തക്കാമൻ്റെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മമ്മി എന്ന് പറയുന്നത്. സച്ച് മമ്മീസ് വെയർ കെപ്റ്റ് ഇൻസൈഡ് ദി പിരമിഡ്. ഈ മമ്മീസ് എവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്? ഈ പിരമിഡുകളുടെ ഉള്ളിലായിരുന്നു ഈ മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ അതേ മമ്മിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ തൂത്തക്കാമൻ എന്ന് പറഞ്ഞ ആ ഫറോക്കിൻ്റെ പിക്ചറാട്ടോ ഇത്. ഓക്കെ. ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ജസ്റ്റ് ആസ് ഇൻ മെസ്സപ്പൊട്ടോമിയ. നമ്മൾ മെസ്സപ്പൊട്ടോമിയയിൽ അവിടുത്തെ എഴുത്തുവിദ്യയെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ഒരു എഴുത്തുവിദ്യ എവിടെയും ഉണ്ടായിരുന്നു? ഈജിപ്തിലും ഉണ്ടായിരുന്നു. ലെറ്റസ് സീ വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് ഈജിപ്ഷ്യൻ റൈറ്റിംഗ്. ഈജിപ്ഷ്യൻ റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ലിപി എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപിയായിരുന്നു. ഇവിടെ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കാം ബാക്കി. ഹൈറോഗ്ലിഫിക് വാസ് ദി സ്ക്രിപ്റ്റ് ഓഫ് ദ ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ, അതായത് പുരാതന ഈജിപ്തുകാരുടെ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ദി സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റർ. ഇതിൽ എന്തുണ്ടായിരുന്നു? സൈനും ചിഹ്നങ്ങളും അതുപോലെ തന്നെ ലെറ്റർ അക്ഷരങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ഈ ലിപി എന്ന് പറയുന്നത്. ദ വേർഡ് ഹൈറോഗ്ലിഫിക് മീൻസ് സെക്കേർഡ് റൈറ്റിംഗ്, അതായത് നമ്മുടെ സെക്കേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ എന്നർത്ഥം, പരിശുദ്ധമായ എഴുത്തെന്നാണ് ഈ ഹൈറോഗ്ലിഫിക്കിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇതാണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് വായിക്കുന്നത്. നമ്മുടെ അറബിയൊക്കെ വായിക്കുന്നത് പോലെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് വായിക്കുന്നത്. ഓക്കെ, അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ്. സയൻസിലുണ്ടാവുന്ന അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഈജിപ്റ്റ്. ഈജിപ്തിൽ മാത്സിനും അതുപോലെ തന്നെ മെഡിക്കൽ ആരോഗ്യശാസ്ത്രത്തിലും വളരെയധികം വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് എ ജോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിലെ ജോമെട്രി എന്നത് ആരുടെ സംഭാവനയാണ്? ഈജിപ്ഷ്യൻകാരുടെ സംഭാവനയാണ്. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻസ് വെയർ ദെയർ കോൺട്രിബ്യൂഷൻ. അഡീഷനും സബ്സ്ട്രാക്ഷനും ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ ഈജിപ്ഷ്യൻകാരാണ്. ദെയർ സോളർ കലണ്ടർ കൺസിസ്റ്റഡ് ഓഫ് 12 months of 30 days each and added 5 days to complete a year of 365 days. എന്താണ് അവരുടെ കലണ്ടറിൽ 12 months ആണുള്ളത്. എങ്ങനെ? 30 days ഉള്ള 12 മാസമാണുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ആഡഡ് 5 days to complete a year of 365. 365 ദിവസമാക്കാൻ വേണ്ടിയിട്ട് 5 days കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് അവരുടെ കലണ്ടറിൽ. അടുത്തതായിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി മന്ത്സ് ആർ ദെയർ ഇൻ ദ കലണ്ടർ വി യൂസ് നൗ? നമ്മൾ യൂസ് ചെയ്യുന്ന കലണ്ടറിൽ എത്ര ഡേയ്സ് ഉണ്ടെന്നാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. പല മന്തിലും പല ഡേയ്സാണ് അല്ലേ? ചില മന്തിൽ 30, ചിലതിൽ 31, പിന്നെ 28 ഉണ്ട്. ഫെബ്രുവരി 28 വരുന്നത്. ലീപ്പ് ഇയർ വരുമ്പം 29 ആവും. 4 വർഷം കൂടുമ്പോൾ എന്താണ്? 29 ആവും. ഇങ്ങനെയാണ് നമ്മുടെ കലണ്ടർ പോകുന്നത്. ഡസ് ഈച്ച് മന്ത് ഹാവ് 30 days? എല്ലാ മന്തിലും 30 days ആണോ ഉള്ളത്? അല്ലല്ലേ, ഇപ്പോൾ പറഞ്ഞു. ലുക്ക് അറ്റ് ദി കലണ്ടർ അറ്റ് യുവർ ഹോം ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ ഈച്ച് മന്ത് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ കലണ്ടർ നോക്കിയിട്ട് ഓരോ മന്തിലും എത്ര ദിവസങ്ങൾ വീതം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനുവരി 31 ദിവസമാണുള്ളത്. ഫെബ്രുവരിയിൽ 28, ലീപ്പ് ഇയർ വരുമ്പം 29 ദിവസം വരും. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31. നെക്സ്റ്റ് നമുക്ക് ചൈനീസ് സിവിലൈസേഷനെ പറ്റി നോക്കാം. ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് എലോങ് ദി ബാങ്ക്സ് ഓഫ് ദി റിവർ ഹുവാങ്ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. അഗ്രികൾച്ചർ വാസ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി സിവിലൈസേഷൻ ആസ് വെൽ. ബാക്കിയുള്ളവരുടെ കൂട്ട് തന്നെ ചൈനീസ് സിവിലൈസേഷൻ്റെയും തുടക്കം എന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷിയായിരുന്നു. കൃഷിയിൽ നിന്നായിരുന്നു. ദേ വെയർ ഓൾസോ എക്സ്പെർട്സ് ഇൻ വീവിങ്, പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. അവർ കൃഷി കൂടാതെ എന്തൊക്കെ എക്സ്പെർട്ടുകളായിരുന്നു? വീവിങ്, തുണിനെയ്ത്ത്, പോട്ടറി, മൺപാത്ര നിർമ്മാണം, ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ, പട്ടിൻ്റെ നിർമ്മാണത്തിലെല്ലാം ഇവരെന്തായിരുന്നു? എക്സ്പെർട്ടുകളായിരുന്നു. ദേ മെയ്ഡ് എക്സലൻറ്റ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. അവർ ഇത് കൂടാതെ എന്തുമായിരുന്നു? ബ്രോൺസ്, വെങ്കലം വെച്ചിട്ടുള്ള പ്രതിമകളും അവർ നിർമ്മിക്കുന്നതിൽ മിടുക്കന്മാരായിരുന്നു. ഇവരുടെ റൈറ്റിംഗ് സിസ്റ്റം, എഴുത്തുവിദ്യ എങ്ങനെയുള്ളതായിരുന്നു നോക്കാം. ദി ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യൻറ്റ് ടൈംസ്. അവർക്ക് ചൈനീസിന് പുരാതന കാലം മുതലേ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഇത് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ സ്ഥാനത്ത് അവരെന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? പിക്ചർ, ഇമേജുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ ലിപി എങ്ങനെയായിരുന്നു? ചിത്രലിപിയായിരുന്നു. വാസ് കോമൺ, അതായിരുന്നു കോമൺ ആയിട്ടുണ്ടായിരുന്നത്. ഗ്രാജുവലി ദേ ഡെവലപ്ഡ് സിമ്പിൾസ് ടു യൂസ് ഇൻ പ്ലേസ് ഓഫ് പിക്ചേഴ്സ്. പതിയെ അവർ ഈ പിക്ചറിൻ്റെ സ്ഥാനത്ത് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാനെ കൊണ്ട് തുടങ്ങി. ദാറ്റ് സ്ക്രിപ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ചൈന വിത്ത് മോഡിഫിക്കേഷൻ. ഇപ്പോഴും ചൈനയിലുള്ള ആ ലിപി എന്ന് പറയുന്നത് ഇവരുടെ അന്ന് ഉപയോഗിച്ചിരുന്ന ലിപിയാണ്. അതിൽ ചില മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ട് ആ ലിപിയാണ് ഇന്നും ചൈനയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദി റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെസപ്പൊട്ടോമിയ, ഈജിപ്ത് ആൻഡ് ചൈന ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. സിവിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, ചൈന, അവിടുത്തെ സ്ക്രിപ്റ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും ഏതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം മെസപ്പൊട്ടോമിയയുടെ സ്ക്രിപ്റ്റ് യൂണിഫോം ആയിരുന്നു. ഫീച്ചർ വെഡ്ജ് ഷേപ്പ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഈജിപ്തിൻ്റേത് ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു, കോമ്പിനേഷൻ ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ്. ചൈനയുടേത് പിക്ടോഗ്രാഫിക് ആയിരുന്നു, യൂസ്ഡ് പിക്ചർ ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതണേ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടാണ്.
The Harappan civilization was a civilization that existed in the Indus Valley during the Bronze Age. വെങ്കലയുഗത്തിൽ സിന്ധു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഇറ്റ് ഈസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ഫ്രം അബൌട്ട് 2600 BCE to 1900 BCE. ഇത് 2600 BCE തൊട്ട് 1900 BCE വരെയാണ് ഇത് നിലനിന്നിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. അവിടെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഫസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഹാരപ്പയാണ്. ദാറ്റ് ഈസ് വൈ ദി സിവിലൈസേഷൻ ഈസ് കോൾഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ അവിടെ ആദ്യം കണ്ട സിറ്റി ഹാരപ്പയാണ്. അതുകൊണ്ടാണ് ഈ സിവിലൈസേഷന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പേരിട്ടത്. Since it emerged in the Indus Valley, it is also known as ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതായത് സിന്ധു നദിയുടെ തീരത്താണ് സിവിലൈസേഷൻ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദിയുടെ സംസ്കാരം. ദി സിവിലൈസേഷൻ ഡെവലപ്ഡ് അറൗണ്ട് അർബൻ സെൻറ്റേഴ്സ്. ഇത് എവിടെയാണ് മെയിനായിട്ടും ഉണ്ടായത്? നഗരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദെയർഫോർ ദി സിവിലൈസേഷൻ ഈസ് നെയ്മഡ് ആസ് ദി ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അതുകൊണ്ട് ഈ സിവിലൈസേഷനെ ഇന്ത്യയിലെ ഫസ്റ്റ് ആദ്യമായിട്ട് നഗരവൽക്കരണം ചെയ്ത സിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സിവിലൈസേഷനാണ്. അവിടെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിൽ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹാരപ്പയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ കാലിബംഗൻ, മോഹൻജോദാരോ, ലോഥാൾ ഇതൊക്കെ സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സംസ്കാരങ്ങളാണ്. നമുക്കവ നോക്കാം. Sir John Marshall. Archaeological Survey of India (ASI) is an organization formed to carry out excavation and preservation of archaeological materials in India. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. ആ സംഘടന എന്താണ് ചെയ്യുന്നത്? ഇതുപോലെയുള്ള പുരാവസ്തു ആയിട്ട് കിട്ടുന്ന വസ്തുക്കളൊക്കെ ശേഖരിക്കുകയും അവ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സാർ ജോൺ മാർഷൽ വാസ് ദി ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫ്രം 1902 to 1928. 1902 മുതൽ 1928 വരെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്നു ജോൺ മാർഷൽ. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് ദ റിസർച്ച് കണ്ടക്റ്റഡ് അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ദാറ്റ് ലെഡ് ടു ദി ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു റിസർച്ച് നടത്തി അതുവഴിയിട്ടാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ഹാരപ്പൻ സിവിലൈസേഷനിലെ മറ്റ് പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ് കാലിബംഗനും മോഹൻജോദാരയും ലോഥാളും. ഓക്കെ, പിന്നെ ഹാരപ്പ. ഇവ 4 ഓക്കെ. അടുത്തത് ഹാരപ്പൻ സിവിലൈസേഷനിലെ ടൗൺ പ്ലാനിങ്ങിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ടൗൺ പ്ലാനിങ്. അവരുടെ നഗരങ്ങളുടെ ക്രമീകരണമായിരുന്നു അതിനകത്തിൽ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ദേ ബിൽഡ് ഹൗസസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി സ്ട്രീറ്റ്. അവർ നഗരത്തിൻ്റെ 2 സൈഡ് വശങ്ങളിലായിട്ടും വീടുകൾ പണിഞ്ഞിരുന്നു. ദേ യൂസ്ഡ് ബേൺഡ് ബ്രിക്സ് ഫോർ ദി പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ. അവരെന്താണ് ചുട്ടെടുത്ത കട്ടകളായിരുന്നു അവരുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇത് ഡ്രെയിനേജ് സിസ്റ്റം വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയായിരുന്നു അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാലിന്യങ്ങളൊക്കെ അവർ ഒഴുക്കി വിടുന്ന രീതിയാണ് ഈ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ സിറ്റീസ് ആൻഡ് ഡ്രെയിൻസ് വെയർ പ്ലാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദി ഹൗസസ് വാസ് ഡ്രെയിൻഡ് ഔട്ട് ഓഫ് ദി സിറ്റി ത്രൂ ദി ഡ്രെയിൻസ് ഇൻ ദി സ്ട്രീറ്റ്. അപ്പോൾ അവരുടെ നഗരത്തിൽ എന്തുണ്ട്? ഡ്രെയിൻസ് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓടകൾ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും വരുന്ന വേസ്റ്റ് വെള്ളങ്ങളൊക്കെ ഈ ഡ്രെയിൻസ് വഴി ഒഴുകി പോകുമായിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ എൻജിനീയർമാരെ വരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ടൗൺ പ്ലാനിംഗ് ആയിരുന്നു അവർക്ക് അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത്. ദ ഗ്രേറ്റ് ബാത്ത് മോഹൻജോദാരോയിലുള്ള ഗ്രേറ്റ് ബാത്ത് വലിയ കുളിമുറി എന്ന് പറയും. അതായത് അതൊരു വലിയൊരു കുളമായിരുന്നു കേട്ടോ. മോഹൻജോദാരോ വാസ് ദ മേജർ സിറ്റി ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായിരുന്നു മോഹൻജോദാരോ. നമ്മൾ മേളിൽ മാപ്പിൽ കണ്ടായിരുന്നു. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദി സിറ്റി. ഈ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാത്ത്. ദെയർ വെയർ ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെപ്പ് ഓൺ ബോത്ത് സൈഡ് ഓഫ് എൻ്റർ ദിസ് ടാങ്ക് ആൻഡ് ഇറ്റ് ഹാഡ് ബാത്റൂംസ്. എന്തുവായിരുന്നു? ഇതിൽ 2 സൈഡിലും കൽപ്പടവുകളുണ്ടായിരുന്നു ഇതിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതിനുള്ള എന്താണ് ബാത്റൂംസുകളും ഉണ്ടായിരുന്നു. ദെയർ വാസ് ഓൾസോ അറേഞ്ച്മെൻറ്റ് ഫോർ ഫില്ലിംഗ് ഫ്രഷ് വാട്ടർ ആൻഡ് ഡ്രെയിനിങ്
ഔട്ട് വേസ്റ്റ് വാട്ടർ. അപ്പോൾ അതിനകത്തിൽ എന്തുണ്ടായിരുന്നു, നല്ല ശുദ്ധവെള്ളം നിറയ്ക്കുന്നതിനും ചീത്തയായിട്ടുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുമുള്ള അറേഞ്ച്മെൻറ്റുകൾ വരെ ഉണ്ടായിരുന്നു. അടുത്താണ് ഗ്രേനറി. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾ. മറ്റുള്ളവരുടെ കൂടെ തന്നെ ഹാരപ്പയിൽ എന്തായിരുന്നു, കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ജീവിത ഉപാധി എന്ന് പറയുന്നത്. എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം സൈറ്റ്സ് ലൈക്ക് റാൺപൂർ ആൻഡ് ലോഥാർ ഇൻ ഗുജറാത്ത്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് റൈസ് കൾട്ടിവേഷൻ കൃഷി നെൽകൃഷി ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ദ ഗ്രാനറി ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്റോറിക്കൽ റിമെയിൻ ഫൗണ്ട് ഇൻ ഹാരപ്പ. അപ്പോൾ ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രെയിൻസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പ്രദേശത്തെയാണ് ഗ്രാനറി എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഈ അവരുടെ ഗ്രെയിൻസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ തന്നെ വലിയ സ്റ്റോറുകൾ അവർക്ക് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് പ്രിസർവ് ഗ്രെയിൻസ്. അവരുടെ ഗ്രെയിൻസ് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു പ്രത്യേക സ്ഥലം വരെ പണിതിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹാൻഡിക്രാഫ്റ്റ്സ് എങ്ങനെയായിരുന്നു നോക്കാം. കരകൗശലത്തിലും അവർ വളരെ പ്രഗത്ഭരായിരുന്നു. ദ ഹാരപ്പൻസ് വെയർ സ്കിൽഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുരാവസ്തുക്കളുടെയൊക്കെ പിക്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ടോയ്സ് ഉണ്ട്, സീൽസ് ഉണ്ട്, പിന്നെ ബ്രോൺസ് സ്റ്റാച്യു ഓഫ് എ ഡാൻസിങ് ഗേൾ, ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയുടെ ഇത് ഇട്ടിട്ടുണ്ട്. ക്ലേ പോട്ട്, അതുപോലെ തന്നെ ജൂവലറി, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ എഞ്ചിനീയർമാരെ അവരെ അത്ഭുതപ്പെടുത്തുന്ന പോലെയുള്ള രീതി നഗരാസൂത്രണമാണെങ്കിലും ഗ്രേറ്റ് ബാത്ത് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രേനറി, പിന്നെ ഇതുപോലത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാം അവിടെ ഹാരപ്പയിൽ ഉണ്ടായിരുന്നു. What details about the handicraft of Harappan can be obtained from these pictures? Find out and complete the concept map. നോക്കിക്കേ, ഹാൻഡിക്രാഫ്റ്റ് ഓഫ് ദി ഹാരപ്പൻസ് യൂസ്ഡ് ടു മേക്ക് സീൽസ്, യൂസ്ഡ് ടു മേക്ക് ടോയ്സും കൊടുത്തിട്ടുണ്ട്. വേറൊക്കെ നമ്മൾ എന്തൊക്കെ അവിടെ കണ്ടായിരുന്നു, എന്തൊക്കെയുണ്ടായിരുന്നു, യൂസ്ഡ് ടു മേക്ക് ക്ലേ പോട്ട്, യൂസ്ഡ് ടു മേക്ക് ജുവലറി ആൻഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റാച്യൂസ്. ഓക്കെ, നെക്ലേസസ്, ബ്രേസ്ലെറ്റ് ആൻഡ് ഇയറിങ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ, ബീഡ്സ് ആൻഡ് ഷെൽസ് വെയർ വൈഡ്ലി യൂസ്ഡ്. അവിടാണെങ്കിൽ ആളുകൾ എന്തുണ്ടായിരുന്നു, നെക്ലേസുകളും ബ്രേസ്ലെറ്റുകളും അതുപോലെ തന്നെ ഇയറിങ്സുകളും ഒക്കെ ഉപയോഗിച്ചിട്ടിരുന്നു. അവ എന്തുകൊണ്ടൊക്കെ നിർമ്മിച്ചു വരുന്നു, ഗോൾഡ്, സിൽവർ, ബീഡ്സ്, മുത്തുകൊണ്ട്, അതുപോലെ തന്നെ ഷെൽസ്, ഇതൊക്കെ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദേ മെയ്ഡ് സീൽസ് ഫ്രം ക്ലേ ആൻഡ് സ്റ്റോൺസ്. അവരാണെങ്കിൽ സീലുകൾ ഉണ്ടാക്കിയിരുന്നു. എന്തൊക്കെ വെച്ചിട്ട്, കളിമണ്ണിൽ നിന്നും അതുപോലെ തന്നെ കല്ലുകൾ ഉപയോഗിച്ചിട്ടും സീലുകൾ ഉണ്ടാക്കിയിരുന്നു. ദ ടോയ്സ്, ക്ലേ പോട്ട്സ് ആൻഡ് ബ്രോൺ സ്റ്റാച്യു ഫൗണ്ട് ഇൻ ഹാരപ്പൻ സിറ്റീസ് ഓൾ ഷോ ദി ആർട്ടിസ്റ്റിക് സ്കിൽസ് ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾ. അപ്പോൾ ഹാരപ്പയിൽ നിന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, അതുപോലെ തന്നെ ബ്രോൺസിൻ്റെ നമ്മുടെ വെങ്കലം കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അവിടുത്തെ ആളുകളുടെ കലാപരമായ കഴിവുകളെയും പറ്റി പറയുന്നുണ്ട്. അടുത്തത് ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ്. ഇവിടെയും എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഹാരപ്പൻ പീപ്പിൾ ഹാഡ് ദെയർ ഓൺ റൈറ്റിംഗ് സിസ്റ്റം. ഹാരപ്പനിലെ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു റൈറ്റിംഗ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ദേ യൂസ്ഡ് സിംബൽസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ടു റൈറ്റ്. അപ്പോൾ അവരെന്തായിരുന്നു, സിംബലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ലെറ്റേഴ്സ് അല്ല, സിംബലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ദെയർ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്. അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് പ്രധാനമായിട്ടും സീലുകളായിട്ടായിരുന്നു കണ്ടെപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സീലുകളിലായിരുന്നു അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നത്. ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ഹാരപ്പൻ സിറ്റീസ് ഫേസ്ഡ് ഡിക്ലൈൻ അറൗണ്ട് 1900 BC. 1900 BC ആയപ്പോഴത്തേനും ഹാരപ്പൻ സംസ്കാരം നശിക്കാൻ തുടങ്ങി. ദെയർ ആർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അബൌട്ട് ദി ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പതനത്തിന് കാരണമായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റസ് എക്സാമിൻ സം ഓഫ് ദം. ഒന്നെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലുണ്ടായ മാറ്റം. ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ്, അപ്പോൾ തുടർച്ചയായിട്ട് എന്തുണ്ടായി, ഫ്ലഡുകളുണ്ടായി. എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്, ഭൂമി വളരെ കൂടുതലായിട്ട് ഭൂമി ഉപയോഗിക്കാൻ തുടങ്ങി. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. അപ്പം ഇതൊക്കെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട പതനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. എന്തൊക്കെയാണ്, ക്ലൈമറ്റ് ചേഞ്ച്, ഫ്ലഡുകൾ, അതുപോലെ തന്നെ ലാൻഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഇതെല്ലാം ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പതനത്തിന് കാരണമായവയാണ്. ഇത്രയായിട്ടോ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.